രാജ്യമായിട്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആ നിങ്ങൾ ജയിച്ചോ? നിങ്ങളെ പാർട്ടിയൊക്കെ ജയിച്ചോ? ഞങ്ങളുടെ പാർട്ടി ജയിച്ചു. എല്ലാ പഞ്ചായത്തിലും മണ്ഡലത്തിലും എല്ലാം ഞങ്ങളുടെ പാർട്ടിയാണ് ജയിച്ചത്. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവാത്തത്? ജയിക്കുന്നതെല്ലാം നമ്മുടെ ആൾക്കാരാണത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ മത്സരിച്ച എല്ലാവരും, അതായത് ഏതെങ്കിലും ഒരു സീറ്റിൽ ആളില്ലാതുണ്ടോ? മത്സരിച്ച സീറ്റിലെല്ലാം ആളും ജയിച്ചിട്ടുണ്ട്. ഒരാളല്ലേ ജയിക്കുള്ളൂ? ഒരാൾ ജയിച്ചുള്ളൂ. പക്ഷെ അവിടുത്തെ ആവശ്യമുള്ള എല്ലാ എല്ലാ ആൾക്കാരും ആയില്ലേ? അത്ര പറഞ്ഞുള്ളൂ. ഞാൻ വേറൊന്നുമില്ല. ഇനി ഭാവി പരിപാടി എന്താണ്? ജയിച്ച സ്ഥിതിക്ക് ജയിച്ച ഭരിക്കും. പിന്നെന്താ ഭരിക്കുന്നതിന്? എങ്ങനെ ഭരിക്കുന്ന വെച്ചാൽ പിന്നെ ഇപ്പൊ കേരളത്തിൽ മൊത്തം നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. ഏത് പാർട്ടിയാണ്? നമ്മുടെ പാർട്ടി എത്രയേ ഉള്ളൂ. എന്തൊരു പാർട്ടി എന്തിനാ ഉള്ളത്? പാർട്ടിയുടെ ആവശ്യമുണ്ടോ ഭരിക്കാൻ? ആരെയും നമ്മൾ ഭരിക്കാൻ ഏൽപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു നിയമവും ഇല്ല. ഇന്നാളെ നമ്മൾ ഭരിക്കാനാണ്, നമ്മൾ ഭരിക്കാൻ വേണ്ടിയാണ് കയറ്റിയിടുന്നത്. എവിടെ അന്വേഷിച്ച് നോക്കണം അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അതില്ല, അത് പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് നീ ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറയാം. അതായത് നമ്മൾ അധികാരത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണക്കൂട്ടിൽ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 6, മാക്സിമം വന്നൊരു 7, ആ 5 മുതൽ 7 പേരുള്ള മന്ത്രിമാരെ നമ്മളാക്കുള്ളൂ. ബാക്കി വകുപ്പ് പിരിച്ചുവിടാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. 5 മന്ത്രിമാരെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ 10-100 മന്ത്രിമാരെ എന്തിനാ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വേണം, എല്ലാ വകുപ്പുകളും വേണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൃഷി, പിന്നെ വനം, വേറെന്തോ ഒരു സാധനം വന്നിട്ട് മറ്റേ മൃഗം. എന്തിനാ ഇവരെല്ലാം ഇവിടെ ഈ കഴിഞ്ഞ ഇത്രയും വർഷം, എത്രയോ കാലങ്ങളായിട്ട് ഈ പിന്നെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇത്രയും കാലം കൊണ്ട് ഈ പറയുന്നതിനകത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്? ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യുന്നുണ്ട്, അത് സംബന്ധിച്ചു. ഇതെന്തെങ്കിലും നടക്കുന്നുണ്ടോ, എന്തായി എന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതെല്ലായിടത്തും എഞ്ചിനീയർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെ പിന്നെ കൺസേൺഡ് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മന്ത്രി അല്ലെങ്കിൽ മന്ത്രിയുടെ സിസ്റ്റം ഇത്രയുടെ ആവശ്യമേ ഇല്ല. നമുക്കത് വേണ്ട. മാത്രമല്ല ഒരു വലിയൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ന് അതും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവകാശമുള്ള തന്നെയാണ്. ഒരു അത്യാവശ്യ പോസ്റ്റിന് വേണമെങ്കിൽ ഒരാൾ സൈൻ ചെയ്യുക, എല്ലാവരും സൈൻ ചെയ്യേണ്ട, ഒരാൾ സൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു പോസ്റ്റ് കൊടുക്കാം. അന്നല്ലാതെ ഇത്രയും പിന്നെ ആൾക്കാരുടെ ഒന്നും ആവശ്യം നമുക്കില്ല. അതല്ലേ പറഞ്ഞത്, അല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ലാതെ ഇത്രയും ആൾക്കാരെ കൊണ്ട് തന്നെ ഈ സിസ്റ്റങ്ങൾ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു ഭരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും പിന്നെ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ആൾക്കാരുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇനി വെറുതെ ഒരു കാര്യം കൊണ്ട് പറയട്ടെ, ഒരേ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഇപ്പം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു മീറ്റിങ്ങിന് ഒരു ചർച്ചയ്ക്ക് പോകുന്നു. ഈ പോകുന്ന സമയത്ത് ഞാനും നീയും എല്ലാം മന്ത്രിമാരാണ്. ഉദാഹരണത്തിന് നമ്മൾ രണ്ടാളും ഒരു കാറിൽ കയറി പോകുമോ? ഇല്ലല്ലോ. ഒരു സ്റ്റാഫിനെ വെച്ച് പോകുമോ? ഇല്ല. അപ്പോൾ ഒരേ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട ഒരേ സ്ഥലത്ത് ഒരു സമ്മേളനം നടക്കണം, പാർട്ടി സമ്മേളനം തന്നെ വെച്ചോളൂ. അതായത് ഒഫീഷ്യലല്ല, ഈ പറഞ്ഞ അൺഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഈ പിന്നെ ഗവൺമെൻറ് ആ ഒരു സംഭവം അല്ലാതെ തന്നെ പോലും നമ്മൾ പോകും. നമ്മൾ ബൈക്കിൻ്റെ പുറകെ കയറി പോകും. അതല്ല ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും അതിന് ഒഫീഷ്യൽസ് പോലും പലപ്പോഴും എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ല അവൻ്റെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ വണ്ടിയിലേ പോകുള്ളൂ. അതിൻ്റെ കൂടെ അത്രയും പിന്നെ എസ്കോട്ടും ആൾക്കാരൊക്കെ പോകണം. എന്തിനതിൻ്റെ ആവശ്യം? അതില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പറ്റും. നമുക്ക് കാര്യം നടക്കുമെന്നാണെങ്കിൽ ഈ 5 പേര് മതി. നീ സംശയം ചോദിക്കും, നിനക്ക് നിൻ്റെ പരിചയക്കാരുണ്ടല്ലോ, അവരോട് നീ കാര്യം ചോദിച്ചു നോക്ക്. അല്ല, എന്തിനാണെന്ന് അറിയോ? നിൻ്റെ ഇപ്പം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് പറയാം, വരുന്നവർക്കെല്ലാം തൊഴിൽ കൊടുക്കാം. അല്ലാതെ എന്താ കാര്യമുള്ളത്? ഇത്രയും കാലം കൊണ്ട് ഇത്രയും കാര്യം ഉണ്ടായതിന് പേരിൽ പ്രധാനപ്പെട്ട ചില ഒരുപക്ഷെ ആഭ്യന്തരം അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഇറിഗേഷൻ എത്രയോ കാലങ്ങളായിട്ട് വർക്കുകൾ പോലും നേരെ നടക്കേണ്ട ആവശ്യമില്ല. ഇറിഗേഷൻ സാധനങ്ങളൊക്കെ ഓൾറെഡി സെറ്റാണ്. PWD, ഇറിഗേഷൻ, പിന്നെ ടൂറിസം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പല പറയാം. ഒരു മന്ത്രിക്ക് ഒരു 5-6 വകുപ്പ് കൊടുക്കുക അല്ലേ? അതിനെന്താ പ്രശ്നമുള്ളത്? ഇവരാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് ചെയ്യേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ കൊടുത്താൽ പോലെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എന്തായിടെ എന്ന് ചോദിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ ഇത് പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അല്ല, ഞങ്ങളുടെ ആൾക്കാർ നമുക്ക് പാർട്ടിയില്ല, നമ്മൾ പബ്ലിക് അധികാരത്തിൽ അല്ല, അധികാരമൊന്നുമല്ല, പബ്ലിക്കിനെ ഭരിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു ഭരിക്കാന്നല്ല, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വരണം എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള അതിനുവേണ്ടിയാണ് ഇലക്ട് ചെയ്ത് വരുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അത് ഉള്ളത്. രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കൂലേ? അല്ലേ, ഇത് സബ്ജക്റ്റ് നീ ചോദിച്ച ചോദ്യം രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പം നമ്മളിവിടെ വരില്ലല്ലോ രാഷ്ട്രീയക്കാർ.
ഒരു ബദൽ സംവിധാനം. അല്ല, ഇപ്പോഴും ഞാൻ പറയട്ടെ, ഒരു നല്ല തൻ്റെയുള്ള ഒരു പാർട്ടിക്ക് ഇതുപോലെ ആവശ്യമുള്ള കീ പോസ്റ്റിലേക്ക് മാത്രം ചെയ്ത് പോയിക്കൂടെ? പോകാൻ പറ്റും. എത്രത്തോളം ചെലവ് കുറക്കാൻ പറ്റും? ഭയങ്കര ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതിൻ്റെ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രി വരുമ്പോൾ 100 പേർക്ക് ജോലി കിട്ടൂലെന്ന് വയ്ക്കാം, അവർക്ക് പെൻഷൻ കിട്ടില്ലെന്ന് വയ്ക്കാം. അതല്ലല്ലോ അതിൻ്റെ ശരിയായൊരു നയം. അത്രേ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞു മാത്രം.